ബേപ്പൂർ മുരളീധര പണിക്കരുടെ 100ാമത് പുസ്തകം ബേപ്പൂരിന്റെ ഇതിഹാസം ഉരുവും കലാസികളും പ്രകാശനം ഒക്ടോബർ 28-ന് നടക്കും. ലിബി പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. അദ്ദേഹത്തിന്റെ 100ാമത്തെ പുസ്തകമാണെന്ന് മാത്രമല്ല, കോഴിക്കോടിന്റെ അല്ലെങ്കിൽ ബേപ്പൂരിന്റെ സാമൂഹ്യശാസ്ത്രപരമായ എല്ലാ അവസ്ഥകളെയും ചരിത്രപരമായി ഉൾക്കൊള്ളുന്ന ഒരു നോവലാണ്. ഭാവിയിൽ ചരിത്രാന്വേഷികൾക്ക് തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഗ്രന്ഥമായിരിക്കും ഇത്. കാരണം വാമ്പടിയും വായ്ത്താരിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ കൃത്യമായി ചരിത്രം അനലൈസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് മുരളീധര പണിക്കരുടെ ബേപ്പൂരിന്റെ ഇതിഹാസം ഉരുവും കലാസികളും എന്നത്. ഈ ചടങ്ങിൽ വെച്ച് ബേപ്പൂരിലെ ഉരുനിർമ്മാണ കലാസികളായ 2 പേരെ ആദരിക്കുന്ന ചടങ്ങ് കൂടി ഇതിൽ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബേപ്പൂർ മുരളീധര പണിക്കരുടെ 100ാമത് പുസ്തകം ബേപ്പൂരിന്റെ ഇതിഹാസം പ്രകാശനം ഒക്ടോബർ 28-ന് വൈകിട്ട് 3-ന് അളകാപുരിയിൽ നടക്കും. ചടങ്ങ് മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സാഹിത്യകാരൻ UK കുമാരൻ പുസ്തകം പ്രകാശനം ചെയ്യും. മാധ്യമപ്രവർത്തകൻ ദീപക് ധർമ്മടം ഏറ്റുവാങ്ങും. മലബാറിന്റെ ചരിത്രത്താളിൽ ശ്രദ്ധാകേന്ദ്രമായിരുന്ന ബേപ്പൂരിലെ ഒരു നിർമ്മാണവും കലാസികളുടെ ജീവിതവും പ്രതിപാദിക്കുന്ന രചനയാണ് ബേപ്പൂരിന്റെ ഇതിഹാസത്തിന്റെ ഇതിവൃത്തം. ലിബി പബ്ലിക്കേഷൻസ് ആണ് പ്രസിദ്ധീകരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ K പ്രദീപ് കുമാർ, TK വിദ്യാധരൻ, ദേവരാജ് തച്ചറക്കൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.